ബിരിയാണിയുടെ പേര് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ചിക്കൻ ബിരിയാണി ആയിരിക്കുമല്ലേ. പക്ഷെ രുചിയിലും ഗുണത്തിലും ഒട്ടും പിന്നിലല്ലാത്ത ഒന്നാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി. നമ്മളിന്ന് തയ്യാറാക്കുന്നത് സൂപ്പർ ടേസ്റ്റിലൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലേക്കിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് വറുത്തെടുക്കാം. സവാള ലൈറ്റ് ഗോൾഡൻ കളർ ആവുമ്പോൾ പാനിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടവലിലേക്കോ മാറ്റാം. സവാള വറുത്ത് കോരിയതിന് ശേഷം അതേ പാനിലേക്ക് 2 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം ചേർത്ത് ഒരു അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം 3 സവാള കനം കുറച്ച് അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക്, ഉപ്പ് ഇതെല്ലാം ചേർത്ത് സവാള വഴറ്റിയെടുക്കണം. സവാള വഴണ്ട് ഈ പരുവമാവുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി പാനിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. എല്ലാം ഈ പരുവമാകുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം പാനിലേക്കിട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കണം. പൊടികൾ മൂത്ത് വരുമ്പോൾ 2 തക്കാളി അരിഞ്ഞത് പാനിലേക്കിട്ട് പാൻ മൂടി വെച്ച് തക്കാളി വേവിക്കണം. തക്കാളി നന്നായി വെന്തുടഞ്ഞു വരണം. തക്കാളി നന്നായി വെന്ത് വന്നാൽ 2 ടേബിൾ സ്പൂൺ അധികം പൊളിയില്ലാത്ത തൈര് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത്, 1 ക്യാരറ്റ്, 6 ബീൻസ്, കോളിഫ്ലവർ, പച്ച ഗ്രീൻ പീസ് ഇതെല്ലാം പാനിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വെജിറ്റബിൾസ് വേവിക്കാം. വെജിറ്റബിൾസ് വേവുന്ന സമയം കൊണ്ട് ബിരിയാണിക്ക് വേണ്ട റൈസ് വേവിച്ചെടുക്കാം. റൈസ് നമ്മൾ കൂടുതൽ വെള്ളത്തിൽ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു വലിയ പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായി വെക്കാം. ഇനി ഇതിലേക്ക് പട്ട, തക്കോലം, ഏലക്കായ, ഗ്രാമ്പു, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം വെള്ളത്തിലേക്ക് ഇട്ട് വെള്ളം നല്ല പോലെ തിളപ്പിക്കണം. വെള്ളം തിളച്ചു വരുമ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ. നന്നായി കഴുകി എടുത്തതിന് ശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരി ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ആക്കി മൂടി വെച്ച് അരി വേവിച്ചെടുക്കാം. റൈസ് ഒരു 90% വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മ് ചെയ്യുമ്പോൾ വേവും. ഇപ്പോൾ അരി വെന്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നിന്നും ഊറ്റി മാറ്റി വെക്കാം. ബിരിയാണിക്കുള്ള റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി നോക്കാം. വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ഒഴിച്ചു കൊടുക്കാം. 12 അണ്ടിപ്പരിപ്പ് ചൂടുവെള്ളത്തിൽ കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി മിക്സ് ചെയ്യാം. കറി നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. അവസാനമായി ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പും 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി ഇളക്കി സ്റ്റൗ ഓഫ് ചെയ്യാം. ബിരിയാണിക്കുള്ള റൈസും കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തി ചട്ടി അല്ലെങ്കിൽ ദോശപ്പാൻ ചൂടാക്കി സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ആക്കി അതിൽ ദം ചെയ്യാനുള്ള പാത്രം വെച്ച് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം 1 ലെയർ റൈസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾ മസാല റൈസിന് മുകളിൽ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും സവാള ഫ്രൈ ചെയ്തതും കൂടി മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. നിങ്ങളത് മറക്കാതെ ഇട്ട് കൊടുത്തോളൂ. ഞാനിവിടെ കുറച്ച് മസാല മാത്രമേ റൈസിന്റെ മുകളിൽ വെച്ചിട്ടുള്ളൂ. ഇനി ചോറെല്ലാം മസാലയുടെ മുകളിൽ ഇട്ടതിന് ശേഷം കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. സവാള വറുത്തതും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് പാത്രം ടൈറ്റായിട്ട് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ മൂടി തുറക്കുന്നത്. നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്